എൻ്റെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരുന്നതായിരിക്കും. ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷേക്കിൻ്റെ വീഡിയോ ആണ്. പക്ഷെ അതിന് മുന്നേ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാനുള്ളത് എന്താണെന്നറിയോ, നമ്മൾ ഗിവ് അവേൻ്റെ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് ഞാൻ ഇതുവരെ എന്താ കൊടുത്തതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാനത് ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത് ആമസോണിന് ഓർഡർ ചെയ്യാണ് ചെയ്തത്. അതിന് ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്താൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പാഴ്സൽ വെക്കണ്ടല്ലോ, അപ്പോൾ ഡയറക്റ്റ് അവരെ വീട്ടിലേക്ക് തന്നെ കൊടുത്തോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമസോണിന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് തോന്നിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് പ്രസ്റ്റീജിൻ്റെ ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള പാന് കൊടുക്കാമെന്നായിരുന്നു. രണ്ടാൾക്കും ഒരേ ഗിഫ്റ്റിനായിട്ട് ഒരു പാന് സെർച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നോക്കുകയാണ് കേട്ടോ. സംഭവം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോൾഡ് ഔട്ട് ഒന്നും ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പിലുള്ള പാനാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആമസോണിൽ കയറി സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല, എവിടെയായിരുന്നു നോക്കട്ടെ കേട്ടോ. ഓക്കെ, കുറേ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോവുക. ഞാൻ നോക്കി വെച്ചതാണ് കേട്ടോ, കാർട്ടിലേക്ക് ആഡ് ചെയ്തില്ല, കാരണം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാർട്ടിലേക്ക് ആഡ് ചെയ്യാതെ വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രസ്റ്റീജ് പാൻ ഒരു പിങ്ക് കളർ എങ്ങാനോ റെഡ് കളറായിരുന്നു തോന്നുന്നുണ്ട്, അങ്ങനത്തെ ഏതോ ഒരു കളറിലുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല, അപ്പോൾ ഞാൻ ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫിൽറ്ററിൽ റെഡ് കളർ സെലക്ട് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അതാ റെഡ് കളർ സെലക്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നോക്കാം. ഇപ്പോൾ ഇതിൽ കാണാൻ മതി. 446 അതല്ല, ഏതാണെന്നോ അതാ, അതുമല്ല, ഒരു മിനിറ്റ് താഴത്ത് അതാ ആ ഒരു പിങ്ക് ആ ഒരു കളറിൽ കാണുന്നില്ലേ, ഈ ഒരു റെഡ് കളറിൽ കാണുന്നില്ലേ, അതാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനിത് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആകെ ഓൺലി 2 ലെഫ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞ് നേരത്തെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയിക്കണമല്ലോ എന്താ കൊടുത്തതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ഓർഡർ ചെയ്യാതുന്നത്. അപ്പോൾ ഞാനിത് ആഡ് ടു കാർട്ട് ചെയ്തിട്ട് അവരെ അഡ്രസ്സൊക്കെ പ്രൊവൈഡ് ചെയ്ത ശേഷം അവരുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നെറ്റ് ബാങ്കിങ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് തന്നെയാണ് അഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ ഒന്നൊരാൾക്കുള്ളത്. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി 2 ആക്കി നോക്കിയപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയോ, അത് സോൾഡ് ഔട്ട് ആയി പോയി. 2 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ ആൾക്ക് വേറെ ഏതെങ്കിലും ഇതേപോലെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു പാന് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ഈ ഒരു പാനാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മറ്റേ സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാൾക്കും സെയിം തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതും കൂടി ഞാൻ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാൾക്കും ഏകദേശം സെയിം റേറ്റിൻ്റെ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതാവാനൊന്നുമില്ല, ഒരാൾക്ക് സങ്കടമാവാനൊന്നുമില്ല. ഒന്ന് പിങ്ക് കളറും ഒന്ന് ആ ഒരു റെഡ് ഷെയ്ഡിലുള്ളതാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാൾക്കുള്ള ഗിഫ്റ്റ് ഇപ്പോൾ ഞാൻ ഓൾറെഡി സെൻഡ് ചെയ്തു. അപ്പോൾ അവരെ കയ്യിൽ കിട്ടിയിട്ട് അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയെന്നുള്ളത്. അപ്പോൾ രണ്ടാൾക്കും ഒന്നുകൂടി എൻ്റെ കൺഗ്രാറ്റ്സ് പറയാണ്. ഇത് ജസ്റ്റ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇതാ കണ്ടില്ലേ, ഈ ഒരു പിങ്ക് പാനും കൂടിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയ രണ്ടാൾക്കും കൺഗ്രാറ്റ്സ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ബനാന മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ബനാന എന്ന് പറയുമ്പോൾ ചെറിയ പഴം കൊണ്ടുള്ളതല്ല കേട്ടോ, നേന്ത്രപ്പഴം കൊണ്ടുള്ള മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് 2 ഐറ്റംസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഐറ്റം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടേസ്റ്റിലുള്ള ബനാന ഷേക്കാണ് കിട്ടുക. അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും സത്യമായിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് കണ്ടോ, കട്ടപ്പാല് ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയതായിരുന്നു. അപ്പോൾ ഞാനിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചപ്പാത്തിൻ്റെ കോല് കൊണ്ട് ഇതേപോലെ അടിച്ചടിച്ചുണ്ടാക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇതെന്താവുന്ന പറയുക, ആ ഒരു ഭയങ്കരമായിട്ടുള്ള കട്ടി പോയിട്ട് ഒരു തരതരപ്പിലുള്ള നല്ലൊരു ഇതായിട്ടുള്ളത് പാല് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ജ്യൂസിൽ കണ്ടു, ഇപ്പോൾ തന്നെ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവും, ആ ഒരു ഭയങ്കര കട്ടിയുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് മിക്സിയിൽ അരിഞ്ഞ് കിട്ടാനും എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അല്ലാതെ ഇതേപോലെ പാല് കട്ട് ചെയ്തിട്ട് നമ്മൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്സായി കിട്ടാനും പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് കുറേ നല്ലോണം അടിച്ചടിച്ച് കുറച്ച് കഴിയുമ്പോൾ പാലിൻ്റെ പാക്കറ്റ് ഒന്ന് ജസ്റ്റ് പൊട്ടു കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് നല്ല ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയി തോന്നുന്നത് വരെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ഇതേപോലെ അടിച്ചു കൊടുത്തിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി അതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാനുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു മിക്സിൻ്റെ ജാറാണ്. വലിയ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത്, ചെറുതെടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ. ഒരു നേന്ത്രപ്പഴം ഒന്ന് ജസ്റ്റ് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക, ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള അല്ലെങ്കിൽ വലിയൊരു നേന്ത്രപ്പഴം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നേന്ത്രപ്പഴം മാത്രം എടുത്താൽ മതി. കാരണം നേന്ത്രപ്പഴത്തിൻ്റെ ഫ്ലേവർ കുറേ കൂടുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതേപോലെ കുറയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. പാലിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി നമുക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 ലിറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു നേന്ത്രപ്പഴം മാത്രം എടുത്താൽ മതി. അല്ല നിങ്ങൾ കൂടുതൽ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കുക. ഇപ്പോൾ 1 ലിറ്റർ പാലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 2 നേന്ത്രപ്പഴം അതേപോലെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ, ആ ഒരു ഫ്ലേവർ കൂടി പോകരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഷേക്കിനൊരു ടേസ്റ്റ് മാറ്റം വരും. അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഇതേപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജാർ എടുത്തിട്ട് ആദ്യം ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഷേക്കിന്. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1-2 ടീസ്പൂണ്, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം. ഞാൻ ഇപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് ബൂസ്റ്റിൻ്റെ പൗഡർ അല്ലെങ്കിൽ ഹോർലിക്സ് വേണ്ട കേട്ടോ, ഇതേപോലത്തെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഏതെങ്കിലും. ഞാനിപ്പോൾ ബൂസ്റ്റ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മൈ വേർഷൻ ഓഫ് കോൾഡ് കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഞാനൊരു ചോക്ലേറ്റ് എന്ന് പറയുന്ന അമൂലിൻ്റെ ഒരു പൗഡറാണ് അധികം യൂസ് ചെയ്യാറ്. ഞാൻ ബൂസ്റ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു ബൂസ്റ്റിൻ്റെ പൊടിയോ അല്ലെങ്കിൽ അതേപോലത്തെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഏതെങ്കിലും ഒരു പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും, നല്ലൊരു ടേസ്റ്റുമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര അറിയാമല്ലോ, പഴത്തിൻ്റെ ആ ഒരു ഇതിനും മധുരത്തിനും അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് മധുരത്തിനും കൂടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ചിലപ്പോൾ അത്ര വേണ്ടി വരില്ല, മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പഴുത്ത പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഇനി എന്താണെന്നറിയോ ഇതിലേക്ക് ചെയ്യേണ്ടത്, ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുത്തല്ലോ. നമ്മളിപ്പോൾ ഒന്ന് ഇതാക്കി വെച്ചിട്ടുള്ള പാലില്ലേ, കട്ടപ്പാലില്ലേ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ കുത്തി ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നൊരു കാൽ ഭാഗം അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ പാലും കൂടി വേണ്ടി വരും. കുറച്ച് ഗ്രൈൻഡായി കിട്ടണമല്ലോ, പെട്ടെന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഇതാവാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ അതൊന്നൊരു 1/4 ഭാഗം പാലും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റിൽ കേട്ടോ, കുറച്ച് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ലോണം അരിയണം കേട്ടോ, പഴവും അതേപോലെ കാഷ്യൂനട്ടും ഒക്കെ നല്ലോണം അരിയുന്നത് വരെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും, കണ്ടില്ല ഇപ്പോൾ കുറച്ചധികം കളറുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇനിയും കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ടല്ലോ. അപ്പോൾ അപ്പോഴത്തേനും ഇത് നല്ലോണം കുറച്ച് കളർ ഒന്ന് ലൈറ്റായി കിട്ടും. നല്ല ബ്രൗൺ കളർ ആയിരിക്കില്ല, ഒരു വൈറ്റിഷ് ആ ഒരു ഷെയ്ഡിലേക്ക് തന്നെ വരും. അപ്പോൾ ബനാന ഷേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കളറിലായിരിക്കുമല്ലോ എന്തായാലും ഇഷ്ടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൂസ്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആഡ് ചെയ്യാം. പക്ഷേ ഇതാണ് കറക്റ്റ് എമൗണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ ആ ഒരു 2 ടീസ്പൂൺ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ബാക്കിയുള്ള കട്ടപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് കണ്ടിട്ട് ജസ്റ്റ് ആ ഒരു കട്ടിക്കുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം അടിച്ചതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറേ ടൈമൊന്നും എടുക്കില്ല അത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പിന്നെയും നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ല നല്ല കട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം. ഒരു 6-7 ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി തിന്നായിട്ടുണ്ടാവും, അതേപോലെ തണുപ്പുമായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, തണുപ്പ് കാലത്ത് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കരുതെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പിന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇതിപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തന്നെയാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം 4-5 അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, നമ്മൾ അണ്ടിപ്പരിപ്പ് വെക്കുമ്പോൾ തന്നെ അത് അടിയിലേക്ക് പോകുന്നില്ല, കാരണം അത്ര തിക്കായിട്ടാണ് ഷേക്ക് ഉള്ളത്. നിങ്ങൾക്ക് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ വെള്ളവും അതേപോലെ തന്നെ അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഷേക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും ആ ഒരു കട്ടിക്കാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്.
ഇതിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജസ്റ്റ് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള ജ്യൂസും കൂടി വേറൊരു ഗ്ലാസ്സിലേക്കും കൂടി ഒഴിച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഇത് വലിയ ഗ്ലാസ് ആയതുകൊണ്ട് ഇതിൽ 2 ഗ്ലാസ്, പിന്നെ കുറച്ചും കൂടി ഒരു 1/2 ഗ്ലാസ് വേറെയും കൂടി എടുക്കാനുണ്ടാവും കേട്ടോ ജ്യൂസ്. കാരണം ആ പാലും കുറച്ച് പിന്നെ അതേപോലെ ബനാനൊക്കെ മിക്സായി വരുമ്പോൾ നമ്മൾ ഒരു 1/2 ലിറ്റർ പാലാണല്ലോ എടുത്തത്, അതൊന്നും കുറച്ചും കൂടുതൽ നമുക്ക് കിട്ടും ജ്യൂസ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.